രാജ്യത്ത് ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണെങ്കിലും ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ വരൾച്ചയിലേക്കും ശുദ്ധജല ദൗർലഭ്യത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം. ഒരിക്കലും വറ്റാത്ത കിണറുകളും കുളങ്ങളും കൺമുമ്പിൽ വറ്റി വരളുന്ന കാഴ്ചയാണ് ഇന്ന് നാട്ടിൽ. വരും വർഷങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാകും എന്നതിൽ സംശയമില്ല. ജലസംരക്ഷണം മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി. മഴവെള്ള ശേഖരണം, ലഭിക്കുന്ന ജലത്തിന്റെ ഫലപ്രദമായ ഉപയോഗം എന്നിവയോടൊപ്പം ഒരു തുള്ളി ജലം പോലും പാഴാക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശുദ്ധജലം ദുർലഭമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജലസംഭരണവും അതിൻ്റെ വിനിയോഗവും സംബന്ധിച്ച ഒരു ചർച്ചയാണ് ഇന്ന് കൃഷിദർശനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ പി സുശീലയാണ്. മാഡം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാഡത്തിന് കഴിഞ്ഞ വർഷം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ബെസ്റ്റ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സയൻറ്റിസ്റ്റിൻ്റെ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായല്ലോ. അപ്പം അത് എന്തൊക്കെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അത് കിട്ടിയത്? എക്സ്റ്റൻഷൻ സയൻറ്റിസ്റ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അത് മെയിനായിട്ട് കൂടുതലും ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈടെക് റിസർച്ചിൽ തന്നെയാണ്. അതുമാതിരി തന്നെ അതിൻ്റെ വ്യാപനത്തിലും. അപ്പോൾ നമ്മൾ ഏകദേശം കുറേ ട്രെയിനിങ്സുകൾ നടത്തിയിട്ടുണ്ട്. ഒരു 150-150ഓളം ട്രെയിനിങ്സുകൾ നടത്തിയിട്ടുണ്ട്. കുറേ ഫാമേഴ്സിനും അതുമാതിരി തന്നെ ഓഫീസേഴ്സിനും ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ വളരെ കുറേ ഏറെ റിസർച്ചുകളും ഈ ഫീൽഡിൽ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ ഈ ഒരു ടെക്നോളജി കേരളത്തിൽ വരാൻ തന്നെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരിലും ഇൻസ്പിറേഷൻ കൊടുക്കുകയും നമ്മുടെ ഒരു നാഷണൽ വർക്ക്ഷോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ടെക്നോളജി വരുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ വേറെയും കുറേ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ഒരു ആദ്യമായിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടി. മാഡം വർഷങ്ങളായിട്ട് ഈ ഹൈടെക്കിൻ്റെ റിസർച്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജലസംഭരണത്തിന് ഉപയോഗപ്പെടുന്ന നേരത്തെ കൺവെൻഷനലായിട്ട് ഉപയോഗിക്കുന്നതല്ല, പുതുതായിട്ടുള്ള എന്തൊക്കെ ടെക്നോളജിയാണ്, എന്തൊക്കെ സാങ്കേതിക വിദ്യകളാണ് കർഷകർക്ക് അവലംബിക്കാനായിട്ട് അല്ല അറിയാനായിട്ട് ഇതിലൂടെ ചർച്ച ചെയ്യാൻ പറ്റുന്നത്? ജലക്ഷാമം രൂക്ഷമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ജലം ഇഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് സംഭരിച്ചു വയ്ക്കാം, അതേമാതിരി തന്നെ അത് ഉള്ള വെള്ളം ഇഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, ഉപയോഗപ്പെടുത്താം, അതിന് പറ്റിയ രീതിയിലുള്ള കൃഷി രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് വെള്ളത്തിൽ നിന്ന് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, അതേസമയം കിട്ടുന്ന വെള്ളം നമുക്ക് ആവശ്യത്തിന് വേണ്ടി സംഭരിച്ചു വയ്ക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം സംഭരിക്കാനായിട്ട് ഫെറോ സിമെൻറ്റ് ടാങ്കാണ് സാധാരണ ഗവൺമെൻറ് ചിത്രം നമുക്ക് ഇവിടെ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജലസംഭരണി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 5 സെൻറ്റ് അല്ലെങ്കിൽ 7 സെൻറ്റൊക്കെ ഭൂമിയുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളൊരു ജലസംഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ഏരിയ അതിനായിട്ട് പോവുകയാണ്. എത്ര സ്ഥലം എടുക്കും മാഡം ഒരു വീട്ടിലത്? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10,000 ലിറ്റർ, 10,000, 15,000 അങ്ങനെയുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഒരു 3 മീറ്റർ ഡയമീറ്ററിലൊക്കെ ഒരു ടാങ്ക് ഇങ്ങനെ കുറച്ചൊരു സ്ഥലമുള്ള ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, നമുക്ക് ഇങ്ങനൊരു ജലസംഭരണി ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു ദിവസം 15 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ എന്നുള്ളത് കണക്കാക്കിയിട്ടൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡ്രിങ്കിങ് വാട്ടർ സെക്യൂരിറ്റിയാണ്, കുടിക്കാനുള്ള വെള്ളത്തിന് മാത്രം ഒരു സെക്യൂരിറ്റി. പക്ഷേ നമുക്ക് വെള്ളം കുടിക്കാൻ മാത്രം കിട്ടിയാലും നമുക്കൊരു വെള്ളം എല്ലാ ആവശ്യത്തിനും കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനോട് ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വാട്ടർ സെക്യൂരിറ്റി കിട്ടണമെങ്കിൽ ഒരാൾക്ക് ശരിക്കും ഒരു ദിവസം 135 ലിറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച്. പക്ഷേ കേരളത്തിലെ ആൾക്കാർക്ക് പൊതുവെ വെള്ളം കൂടുതലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 200 ലിറ്ററെങ്കിലും ഒരു മലയാളി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 ആളുണ്ടെങ്കിൽ ഒരു ദിവസം 1000 ലിറ്റർ വെള്ളം വേണം.
അപ്പോൾ അത്രയും വെള്ളം ശേഖരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടാങ്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫെറോ സിമെൻറ്റ് സ്ലാബുകൾ, ഇൻ്റർലോക്കിംഗ് സ്ലാബുകൾ, പില്ലേഴ്സും സ്ലാബും ഇറക്കിയിട്ട് നമുക്ക് അതിൽ ജിയോ മെംബ്രെയിൻ ഷീറ്റ് വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കാം. അതിൻ്റെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാം, പ്രത്യേക ഒരു സ്ട്രക്ചറായിട്ട് ചെയ്യാം. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മതിലിനോട് ചേർത്തിട്ട് നമുക്ക് ചെയ്യാം. മാത്രമല്ല ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിൽ ചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 2 മീറ്റർ വീതിയിലാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇത് സൈഡെല്ലാം വെർട്ടിക്കൽ ആയതുകൊണ്ട് മണ്ണിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഈ ഫെറോ സിമെന്റ് സ്ലാബ് ഇടുന്നത്. 2 മീറ്റർ വീതിയും 2 മീറ്റർ ആഴവും ഉണ്ടാവും. അതായത് ഈ ടാങ്കിൻ്റെ വീതി 2 മീറ്ററാണ്. മണ്ണിനടിയിലേക്ക് 2 മീറ്റർ ആഴത്തിലേക്ക് ഇത് പോയിട്ടുണ്ടാവും. നമ്മളുടെ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ഉയർന്നു നിൽക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഷീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 വശവും നമ്മൾ കോൺക്രീറ്റ് അല്ല, ഫെറോ സിമെന്റ് സ്ലാബ്. ഫെറോ സിമെന്റിന്റെ ഇന്റർലോക്കിംഗ് നമ്മൾ സ്നേഹമതിലൊക്കെ മാതിരി, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള ഒരു ഇതാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ജിയോ മെംബ്രെയിൻ ഷീറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ജിയോ മെംബ്രെയിൻ ഷീറ്റ് ഇട്ടിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അത് ഒരു സീൽപോളിൻ ഷീറ്റ് മാതിരി തന്നെ ഉള്ളതാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലാണ്. ഈ ജിയോ മെംബ്രെയിൻ ഷീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 60 രൂപ അത് തിക്നെസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. തിക്നെസ് കൂടുന്തോറും, അതായത് ഇതൊരു 250 മൈക്രോൺ മുതൽ 2000 മൈക്രോൺ വരെ തിക്നെസ് ഉള്ള ഷീറ്റുകൾ അവൈലബിൾ ആണ്. ഈ സീൽപോളിനാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 250 275 മൈക്രോണൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 10,000 ലിറ്റർ കപ്പാസിറ്റി വരെ നമുക്ക് 500 മൈക്രോൺ മതി. അപ്പോൾ ഒരു 300-ൻ്റെയും 200-ഉം അങ്ങനെ 300 + 200 അങ്ങനെ 500 ആക്കിയിട്ടാണ് നല്ലത്. എന്നുവെച്ചാൽ ഒരു ഷീറ്റിന് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം പറ്റിയാലും ഇതിലാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന ജിയോ മെംബ്രെയിൻ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലാബ് ഇടുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ സ്ലാബ് ഇടുമ്പോൾ നമ്മുടെ മുറ്റത്തിൽ നിന്ന് കുറച്ചൊരു ചെറിയൊരു ലെവലിലേക്ക് ഉയർന്ന് മാത്രം ഇരിക്കുന്ന വേറൊരു മുറ്റമായിട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ ചെടിച്ചട്ടികൾ വയ്ക്കാം, അല്ലെങ്കിൽ ഉണക്കണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഒരാൾക്ക് 1,20,000 ലിറ്റർ വെള്ളം സംഭരിക്കണം എന്ന് വിചാരിക്കും. അതായത് 4 മാസം അയാൾക്ക് വെള്ളമില്ല. അപ്പോൾ ഒരു ദിവസം 1000 ലിറ്റർ വെച്ചിട്ട് അങ്ങനെ ഒരു 4 മാസം വെള്ളം, അല്ലെങ്കിൽ 1,20,000 ലിറ്റർ വെള്ളം വേണമെങ്കിൽ അയാൾക്ക് അത്രയും ലെങ്ത് അയാളുടെ ആ മതിലിനോട് ചേർന്നിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ജലം സംഭരിക്കുന്നത് മഴക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നു. അതായത് വെള്ളം ദൗർബല്യം ഉള്ള സമയത്തേക്ക് മാത്രമായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ മഴ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ മഴക്കാലത്ത് നമുക്ക് വെള്ളം ഓൾറെഡി ഇതിൽ നിന്ന് എടുത്താലും അതിൽ വീണ്ടും ഫില്ല് ചെയ്ത് വന്നുകൊണ്ടിരിക്കേണ്ടത്. മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന മഴവെള്ളം ഇതിലേക്ക് സംഭരിച്ചു വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മേൽക്കൂരയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏത് ബിൽഡിംഗ് ആണെങ്കിലും, ഇപ്പോൾ ഒരു ഓഫീസ് ബിൽഡിങ്ങിനാണ്, ഒരു ഫ്ലാറ്റിനാണ്, ഏതിനു വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്ലാറ്റുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രീ സ്ട്രെസ്ഡ് സ്ലാബ് ഉപയോഗിക്കാം. ഇതിൽ ഈ സ്ലാബ് തന്നെ പ്രീ സ്ട്രെസ്ഡ് സ്ലാബ് ഉപയോഗിച്ചാൽ മിക്കവാറും ഫ്ലാറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാർ പോർച്ച് ഏരിയ ആണ് താഴെ മുഴുവൻ. അപ്പോൾ ഈ കാർ പോർച്ച് ഏരിയയിൽ നമ്മൾ പ്രീ സ്ട്രെസ്ഡ് സ്ലാബ് ഇട്ടിട്ട് അടിയിൽ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു സംഭരണി വെക്കുകയാണെങ്കിൽ ആ റൂഫിൽ നിന്നുള്ള വെള്ളം മുഴുവൻ നമുക്കതിൽ സംഭരിച്ചു വെക്കാം. ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആൽഗെ ഗ്രോത്ത് വരുന്നില്ല. മാഡം, ഒരു ഫോൺ കോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, സുരേഷ് ചേർത്തല. സുരേഷ്, എവിടുന്നാ വിളിക്കുന്നത്? സുരേഷ്, ചേർത്തല. ചോദ്യം ചോദിച്ചോളൂ. മാഡം, ഒരു കാര്യം ചോദിക്കാനുള്ളതേ, ആദ്യം ഒരു ടാങ്ക് കാണിച്ചിരുന്നു. അത് പൊതുവെ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ രണ്ടാമത് കാണിച്ചത് നമുക്ക് മിനിമം എത്ര സെന്റെങ്കിലും വേണം അത് തയ്യാറാക്കുന്നതിന്, അതിന്റെ ചെലവ് കാര്യങ്ങൾ, ഫെറോ സിമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ചെലവും കാര്യങ്ങളും നമുക്ക് ഒരാൾ താമസ സ്ഥലത്ത് മിനിമം എത്ര സെന്റെങ്കിലും അത് താമസിക്കുന്ന ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്നറിയാനാണ്.
അത് നമ്മളുടെ സ്ഥലത്തിനനുസരിച്ചും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം നമ്മൾ കേരളത്തിൽ കണക്കാക്കുന്നത് ഏകദേശം 200 ലിറ്റർ ഉപയോഗിക്കുന്നതാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു 4 മാസമാണ് നിങ്ങൾക്ക് വെള്ളം ഇല്ലാത്തതെന്ന് വെച്ചാൽ ആ 4 മാസത്തേക്കുള്ള വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണല്ലോ. അങ്ങനെയാണ് നമ്മൾ സൈസ് ഡിസൈഡ് ചെയ്യുന്നത്. എത്രയാണ് നമുക്ക് സൈസ് വേണ്ടതെന്നത് നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, നമുക്ക് എത്ര കാലം വെള്ളം സംഭരിച്ചു വെക്കേണ്ടി വരും. മഴക്കാലത്ത് മഴ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമല്ലോ. ചെലവ് ഏകദേശം ഒരു 6 ചില്ലാൻ രൂപയൊക്കെ വരും 1 ലിറ്ററിന്. ഹലോ, വെള്ളത്തിന്. നമ്മൾ ചർച്ച ചെയ്തോണ്ടിരുന്നത് അതെ. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ സ്ലാബ് ഇടുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ഫ്ലാറ്റുകളിലാണെങ്കിലും നമുക്ക് പിന്നെ അതിന്റെ മുകളിൽ സ്ലാബ് ഇട്ട് അതിന്റെ മുകളിൽ കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫ്ലാറ്റിൽ നമുക്ക് വെള്ളം ജലദൗർബല്യമുള്ളടത്തും മഴ വീണ് അതെ. ഈ പ്രീ സ്ട്രെസ്ഡ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്ട്രെങ്ത് കൂടുതലാണ്. ഇപ്പം നമുക്കറിയാലോ നമ്മളുടെ അവിടെയൊക്കെ ഈ ഫ്ലൈ ഓവറുകൾ ഉണ്ടാക്കുന്നതും അങ്ങനെ ഇപ്പോൾ പല ബിൽഡിങ്ങുകളും ഒരു മാസം കൊണ്ടൊക്കെ കുറേ ഫ്ലോറുള്ള ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. എല്ലാം പ്രീ സ്ട്രെസ്ഡ് സ്ലാബുകൾ യൂസ് ചെയ്യാം നമുക്ക്. അങ്ങനെയും യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലാറ്റുകളിലും ഇത്തരം സംഭരണികൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്ലാറ്റുകളിൽ വേണമെങ്കിൽ ചെയ്യാം, വീടുകളിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീടുകളിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മുടെ ആവശ്യത്തിന്. അതായത് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യാനായിട്ട്, അതുമാതിരി തന്നെ കുളിക്കാൻ, ഡ്രസ്സ് കഴുകാൻ, വീട് വൃത്തിയാക്കാൻ, അത്യാവശ്യം ഒരു കിച്ചൺ ഗാർഡൻ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഒരു തോട്ടം ഒക്കെ നനയ്ക്കാൻ. അപ്പോൾ അതിനൊക്കെയുള്ള വെള്ളം കണക്കാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് വെള്ളം നമ്മൾ പിന്നെ ഉപയോഗിക്കാൻ മോട്ടോർ വെക്കണം. മോട്ടർ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് പമ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഫിൽട്ടർ ചെയ്തിട്ടാണ്, അതായത് നമ്മൾ റൂഫിൻ്റെ മുകളിലുള്ള വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ഇതിലേക്ക് ആക്കുന്നു. പിന്നെ ക്ലോറിൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാം, ഇടയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യാം. പിന്നെ മഴ വരുന്നതിന് മുമ്പ് നമ്മൾ ടെറസ് വൃത്തിയാക്കിയിടണം, ടാങ്കും ഒന്ന് വൃത്തിയാക്കാം ഇടയ്ക്ക്. അങ്ങനെ ചെയ്യാവുന്നതാണ്. ആൽഗൽ ഗ്രോത്ത് വരത്തില്ലെന്നാണ്. ഇല്ല, എന്താ വെച്ചാൽ സൺലൈറ്റ് വരുന്നില്ലല്ലോ, അപ്പൊ ആൽഗ ഗ്രോത്ത് വരില്ല. ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കാൻ ഇത് ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാണ്. അല്ലാതെ തന്നെ നമുക്ക് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി നമ്മളത് കുറച്ച് ചെരിച്ചിട്ടാണ് ചെയ്യുന്നത്. മാഡം, ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, ആരാ വിളിക്കുന്നത്? കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നത്? എന്റെ പേര് KV കോശി, വീട് മാവേലിക്കര. ചോദിച്ചോളൂ. ഇത് ഒരു പദ്ധതിയെ പറ്റി പറയാനാണ് മാഡം. അതായത് ഞാൻ അച്ചൻകോവിലാറിന്റെ തീരത്താണ് താമസിക്കുന്നത്. എനിക്കിപ്പോ 85 വയസ്സുണ്ട്. ഇതിനോടകം ഇത്രയും നാളായിട്ട് ഇത്രയും വരൾച്ച ഉണ്ടായിട്ടുള്ള ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗം എൻ്റെ മനസ്സിലുണ്ട്. ഈ നദിയിൽ ഒഴുകിപ്പോകുന്ന വെള്ളം, കടലിൽ പോയി പതിക്കുന്ന വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിനൊരു പദ്ധതി ഉണ്ടാക്കരുതോ? അല്ല, അതിന് ഉണ്ടാക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇതിനകത്ത് ഇപ്പം മാഡത്തിനോട് പറഞ്ഞാൽ അത് പോരാ. ഇതെന്റെ പദ്ധതി. എന്നെ ആരെങ്കിലും സമീപിക്കാൻ പ്രായം കൊണ്ടും രോഗം കൊണ്ടും അധികം യാത്ര ചെയ്യാൻ വയ്യാത്തൊരു വ്യക്തിയാണ്. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു തരാം. അത് നദികളിലെ വെള്ളം സംഭരിക്കാനുള്ള ഒരു പദ്ധതിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആവശ്യാനുസരണം വേണമെന്നുണ്ടെങ്കിൽ നദിയിൽ കൂടെ തന്നെ ഇത് വിടാം, അല്ലെങ്കിൽ നമ്മുടെ PIP കൂടെ വിടാം. ഇടതുകര കനാലുണ്ട്, വലതുകര കനാലുണ്ട്. ഇതിലൊക്കെ ഈ വെള്ളം വിടാവുന്നതാണ്. അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നദിയിലുള്ള വെള്ളം അത് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് സംസാരിക്കാവുന്നതാണ്. അത് അങ്ങനെ സംസാരിക്കാനായി ഞാൻ പറയില്ലേ, എനിക്ക് മുട്ട് വയ്യാതെ വേദനയായിട്ട് നടക്കാൻ വയ്യാത്തൊരു വ്യക്തിയാ, സ്റ്റെപ്പ് കയറാൻ വയ്യാത്തൊരു വ്യക്തിയാ. ഇപ്പൊ തിരുവനന്തപുരത്തോ അല്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂരോ വന്ന് എനിക്ക് സംസാരിക്കാൻ നിവൃത്തിയില്ല. ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലും എന്നെ സമീപിക്കാവുന്നുണ്ട്. എന്റെ നമ്പര് ഇപ്പം നിങ്ങളുടെ ഇതിൽ തെളിഞ്ഞിട്ടുണ്ട്. എന്നെ സമീപിക്കാന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്റെ മനസ്സിലുള്ള പദ്ധതി പറയാം. അത് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് പ്രാവർത്തികമാക്കാവുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒരു 10 മാസമെങ്കിലും ഒരു വരൾച്ച ഉണ്ടാകത്തില്ല.
സാർ ഈ പ്രോഗ്രാമിന്റെ അവസാനം മാഡത്തിന്റെ നമ്പർ എഴുതി കാണിക്കും. ആ നമ്പറിൽ ഒന്ന് വിളിച്ചാല് മാഡത്തിന് ഈ പദ്ധതിയെ പറ്റിയുള്ള ഒരു ഐഡിയ സാറിന് കൈമാറാനായിട്ട് പറ്റും. സാറിന്റെ ഐഡിയ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകരമായിരിക്കും. ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. വിളിച്ചതിന് നന്ദി. ഓക്കെ. പിന്നെ നമുക്ക് കൃഷിയുടെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് വെള്ളം സംഭരിക്കാൻ, അപ്പോൾ കോടികൾ ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് വരെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി ഒരു 30 അല്ലെങ്കിൽ 45 ഡിഗ്രി ചെരുവിലാണ് നമ്മൾ ഈ ഇത് ഉണ്ടാക്കുന്നത്, മണ്ണെടുക്കുന്നത്. JCB വെച്ചിട്ട് നമുക്ക് മണ്ണെടുക്കാം. എന്നിട്ട് മണ്ണെടുത്തിട്ട് ഈ ഷീറ്റ് ലേ ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു ചെറിയ 1,00,000 ലിറ്റർ കപ്പാസിറ്റിയുടെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഷീറ്റ് ഇടുന്നതാണ്. ഷീറ്റ് ഇട്ടിട്ട് അതിങ്ങനെ മണ്ണിനോട് പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. ഷീറ്റ് ഇടുന്നത് നമ്മൾ വെള്ളം, പിന്നെ നമുക്ക് അറിയാലോ ഗ്രൗണ്ട് വാട്ടർ ലെവൽ താന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ താന്നു പോകില്ലേ, ഇതിലാവുമ്പോൾ അത് സംഭരിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ പലരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഭംഗിക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ട്. പല വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോടികൾ ലിറ്റർ കപ്പാസിറ്റിയുള്ള 1 ഏക്കർ 2 ഏക്കർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് മരങ്ങളുണ്ടാവാം. ഇപ്പോൾ ഇത് നമ്മൾ വെള്ളം സംഭരിച്ചിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ വല്ല ജീവികൾ ചാടാതിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾ വീഴാതിരിക്കാൻ, കരടുകൾ വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ വെള്ളം ആവിയായി പോവാതിരിക്കാനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 75% ഷെയ്ഡ് നെറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളം ആവിയായിട്ട് പോകുന്നു, നഷ്ടപ്പെടുന്നത് കുറയും. അതേസമയം നമുക്കിപ്പോൾ 10 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കത് കോംബി വെഡ്ജ് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് സൈറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വെൽഡ് ചെയ്യാം. അതെന്താ പ്രത്യേകത? അതെന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഷീറ്റ് വെൽഡ് ചെയ്യുന്നത് ഹീറ്റ് വെൽഡിംഗ് ആണ്. അത് അവിടെ വെച്ചിട്ട് ഇപ്പം നമ്മൾ സാധാരണ ഞാൻ മുന്നേ കാണിച്ചിരുന്ന കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് സൈസ് പറയുന്നു, അവരവിടെ അല്ലെങ്കിൽ പ്ലോട്ട് അവർ വന്നിട്ട് JCB എടുത്തിട്ട് അവർ ഷീറ്റ് ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സൈസ് പറയുന്നു, അതിനനുസരിച്ച് ചെയ്യുന്നു. ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു വലിയ പ്ലോട്ടാണ്. ആ പ്ലോട്ടിന് ഇടയ്ക്ക് നമുക്ക് മരങ്ങളുണ്ടാവാം, ചില കെട്ടിടങ്ങളുണ്ടാവാം. പക്ഷെ അതെനിക്ക് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു കുളം ഉണ്ടാക്കണം, ആ മരം പോണത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ ബിൽഡിങ്ങിന് ചുറ്റുമാണ് എനിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ വെച്ചുകൊണ്ട് ആ ഷേപ്പിലും ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന മാതിരി ഇപ്പോൾ ഈ ചിത്രത്തിൽ ഇപ്പോൾ ഇതാണ് കോംബി വെഡ്ജ് ഫ്യൂഷൻ വെൽഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതിൽ മരം ഒക്കെ അവിടെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ കോടികൾ ലിറ്റർ കപ്പാസിറ്റിയുള്ള കുളങ്ങളും ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതുമാതിരി നമുക്ക് വേണമെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് പറയുന്നത്. അല്ലല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറിഗേഷൻ പർപ്പസ്, അതായത് ജലസേചനത്തിന് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ഫ്ലാറ്റുകളുടെ സമുച്ചയമൊക്കെ ആകുമ്പോൾ അവർ അതിനൊരു നല്ലൊരു ഭംഗിക്ക് വേണ്ടി ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ഇത് ഇവർ മത്സ്യം വളർത്താൻ പറ്റും. മത്സ്യം നമ്മൾ എക്വാകൾച്ചർ ചെയ്യാം. ഈവൺ ആ വെള്ളം ഉപയോഗിച്ചിട്ട് എക്കോപോണിക്സ് ആക്കി മാറ്റണമെങ്കിൽ, വലിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്കോപോണിക്സ് ആയിട്ട് ചെയ്യാം. ഇങ്ങനത്തെ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എക്കോപോണിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വെള്ളം കൂടുതൽ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ എക്കോപോണിക്സും ഹൈഡ്രോപോണിക്സും. കൃഷിയിൽ തന്നെ കൂടുതൽ ഇപ്പം നമ്മൾ വെള്ളം സംഭരിച്ചു. അതെ, സാധാരണ നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അത് മണ്ണിലൂടെ വന്ന് ഇവോപ്പറേഷൻ ലോസ് ആയിട്ടും പിന്നെ വേരുമണ്ഡലത്തിന് താഴേക്കും പോവും. പക്ഷേ നമ്മൾ ഹൈഡ്രോപോണിക്സിലും എക്കോപോണിക്സിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെള്ളം റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ന്യൂട്രിയൻസോടുകൂടി വെള്ളം ചെടികളുടെ കടക്കിലേക്ക് വരുന്നു, തിരിച്ച് ടാങ്കിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ മണ്ണിൽ ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ എക്കോപോണിക്സ് ഞാൻ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന മാതിരിയാണ് ഈ എക്കോപോണിക്സ് വരുന്നത്. അപ്പോൾ ഈ എക്കോപോണിക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചിത്രത്തിൽ കാണാം. എക്കോപോണിക്സ് നമുക്കൊരു ടാങ്ക് ഉണ്ട്. ടാങ്കിൽ നമ്മൾ മീനിനെ വളർത്തുന്നു.
ഈ ടാങ്കിൽ മീനിനെ നമ്മൾ മീനതിൽ വളരുന്നു, അതിന് തീറ്റയൊക്കെ അതിൽ തന്നെ കൊടുക്കുന്നു. ഈ വെള്ളം നമ്മൾ ചെടികൾക്ക് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മണ്ണിലല്ല കൃഷി ചെയ്യുന്നത്, മെറ്റലിൽ കൃഷി ചെയ്യാം. നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റൽ, അതല്ലെങ്കിൽ ഓടിൻ്റെ മുറി, അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോട്ടോൺ എന്ന് പറയുന്നത് ക്ലേയുടെ ഒരു ഇതാണ്, അത് ഹീറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്, അത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സാൻഡ് ഉണ്ട്, അതും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഈ ബെഡിൽ നമ്മൾ മെറ്റലിലാണ് കൃഷി ചെയ്യുന്നത്. ഇതിന് നമ്മൾ മെറ്റലിൽ ഈ ബെഡിലേക്ക് വെള്ളം വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവും, കുളത്തിലേക്ക് തന്നെ പോവും. അപ്പോൾ ഇങ്ങനെ ബെഡിൽ വെള്ളം വന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ബെഡിൻ്റെ മോൾ ഭാഗം നനയാതിരിക്കണം. നമുക്ക് 2 ഇഞ്ച് ഡെപ്തിൽ വെള്ളം നനയില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫുള്ള് നനഞ്ഞു കഴിഞ്ഞാൽ ആൽഗെ ഗ്രോത്ത് വരും. മാഡം, നമുക്ക് ഈ അക്വാപോണിക്സിന്റെയും ഹൈഡ്രോപോണിക്സിന്റെ വിശദവിവരങ്ങൾ ഈ ബ്രേക്കിന് ശേഷം ചർച്ച ചെയ്യാം. കൃഷിദർശനിൽ ഒരു ചെറിയ ഇടവേള. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30-നും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05-നും. ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കും ചെറിയ മുറ്റം മാത്രമുള്ളവർക്ക് പോലും പ്രാവർത്തികമാക്കാവുന്ന ജലസംരക്ഷണ മാർഗങ്ങൾ അനവധിയാണ്. വീടിന്റെ മതിലിനോട് ചേർന്ന് 2 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ പോളിത്തീൻ ഷീറ്റ് വിരിച്ച് വെള്ളം ശേഖരിക്കാവുന്നതാണ്. ഈ അറയ്ക്ക് മുകളിൽ സ്ലാബിട്ട് കഴിഞ്ഞാൽ ജലശേഖരണത്തിന് അനുയോജ്യമായി. ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കും കൃഷി ചെയ്യാൻ സ്ഥലപരിമിതി ഉള്ളവർക്കും മണ്ണില്ലാ കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സ് അവലംബിച്ച് തങ്ങൾക്കാവശ്യമായ എല്ലാത്തരം പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. മത്സ്യകൃഷിയായ അക്വാകൾച്ചറും ഹൈഡ്രോപോണിക്സും കൂടിച്ചേർന്ന കൃഷിരീതിയാണ് അക്വാപോണിക്സ്. ഇവിടെ മത്സ്യകൃഷി നടത്തുന്ന വെള്ളത്തിൽ നിന്ന് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സസ്യങ്ങൾക്കാവശ്യമായ വളമാവുകയും അവശേഷിക്കുന്ന ജലം തിരികെ മത്സ്യകൃഷിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ജലത്തിന്റെ പൂർണ്ണമായ ഉപയോഗം സാധ്യമാകുന്ന പുതിയ കൃഷിരീതികൾ അവലംബിച്ച് കുറഞ്ഞ അളവ് ജലത്തിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും. കൃഷിദർശന്റെ ചർച്ചയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ജലസംഭരണവും അവയുടെ കാര്യക്ഷമമായ വിനിയോഗത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ കൃഷിദർശനിൽ നടക്കുന്നത്. ഈ ചർച്ചയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മാഡം, നമ്മൾ പറഞ്ഞു വന്നത് അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സും ഒക്കെയുള്ള കൃഷി രീതികളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം? ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം വർക്കിംഗ് വാട്ടർ എന്നാണ്. അപ്പോൾ ഇവിടെ വെള്ളമാണ് വളവും അതുമാതിരി തന്നെ വെള്ളവും ചെടിയുടെ കടക്കിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് വെള്ളം നമ്മളിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രോപോണിക്സ് ഉണ്ട്, അത് അവസാനം. അത് എക്കോപോണിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ടിൻ്റെ ഡിഫറൻസ് പറഞ്ഞിട്ട് നമുക്ക് ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് പിന്നീട് പറയാമെന്ന് വിചാരിക്കുന്നു. എക്കോപോണിക്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എക്വാകൾച്ചറും ഹൈഡ്രോപോണിക്സും കൂടിയതാണ് എക്വാകൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എക്വാകൾച്ചറും ഹൈഡ്രോപോണിക്സും കൂടിയതാണ് എക്കോപോണിക്സ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മീനിനെ കൃഷി ചെയ്യുന്നുണ്ട്, അതേമാതിരി തന്നെ നമ്മൾ ചെടികളും യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഒരു എക്വാകൾച്ചറിൽ ചെയ്യുമ്പോൾ 1 സ്ക്വയർ മീറ്ററിൽ 1 മുതൽ 3 മീൻ. എവിടെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? കുളത്തിൽ. പ്രത്യേകം നമ്മൾ മുന്നേ കാണിച്ച ആ കുളം മാതിരി ഉണ്ടല്ലോ, ആ കുളത്തിൽ നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ഒരു അക്വാകൾച്ചർ ചെയ്യുന്ന ഒരാൾക്ക് 1 മുതൽ 3 മീനാണെങ്കിൽ, ഇതൊരു ശരിക്കും ഒരു 50 മീനിൽ കൂടുതൽ 100 മീൻ വരെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, മീനിൻ്റെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അത് മീൻ സാധാരണ കാഷ്ടം ഇടുമല്ലോ, ഈ കാഷ്ടമാണ് നമ്മൾ ചെടികൾക്ക് വളമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ വളമാക്കി മാറ്റി കൊടുക്കുന്നത് ചില ബാക്ടീരിയകളാണ്. അപ്പോൾ നൈട്രോസോമണാസ്, നൈട്രോബാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. അതായത് അമോണിയ നൈട്രേറ്റ് ആക്കി മാറ്റും, പിന്നെ നൈട്രേറ്റ് ദെൻ നൈട്രേറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഈ നൈട്രേറ്റ് ആയിക്കഴിഞ്ഞാൽ മീനിന് കുഴപ്പമില്ല,
ഈവൻ 300 ppm വരെയൊക്കെ 300-400 ppm വരെ ഒക്കെ ചെയ്യാൻ പറ്റും, അതിന് ബെയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു കുളം ഉള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സംഭരണിയിലാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അത് ചെടികൾക്ക് നിൽക്കാൻ തക്ക ചെടി നമ്മള് മീഡിയയിലാണല്ലോ ചെയ്യുന്നത്. അതായത് ഞാൻ മുന്നേ പറഞ്ഞു മെറ്റലിലോ ഓടുമുറിയിലോ അങ്ങനെ ചെയ്യാം. അത് മീഡിയ ബെഡ് സിസ്റ്റം, എന്തെങ്കിലും കണ്ടെയ്നർ ആയിട്ട്. അതെ, ഞാൻ ഇപ്പൊ പിക്ചർ കാണിച്ചു തരാം. ഇതിൽ കണ്ടോ, ഇപ്പൊ ഇതിൽ ഈ കാണുന്ന ബെഡ് ഉണ്ട്. ഈ ബെഡിലേക്ക് ആ പൈപ്പ് ലൈൻ കാണാം. ആ പൈപ്പ് ലൈനിലൂടെയാണ് വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇതില് നമ്മൾ മെറ്റലിലാണ് ഒരു 30 സെന്റിമീറ്റർ ഹൈറ്റിൽ മെറ്റൽ ഇട്ടിട്ടുണ്ടാവും. അതിൽ ജിയോ മെമ്പറൈൻ ഷീറ്റ് വെച്ചിട്ട് ഇഷ്ടിക സൈഡിൽ കെട്ടിയിട്ട് ജിയോ മെമ്പറൈൻ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ മെറ്റൽ ഇട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് വേറെ പല ചെറിയ വീട്ടാവശ്യത്തിനൊക്കെ ചില ആൾക്കാർ ബാരലുണ്ടല്ലോ, 225 ലിറ്റർ ബാരൽ കട്ട് ചെയ്തിട്ട് ബെഡാക്കും. അതുമാതിരി തന്നെ IBC ടാങ്കുകളുണ്ട്, നമുക്ക് ഇവിടെ കിട്ടും. അത് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടി വലിയ യൂണിറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇഷ്ടിക കെട്ടിയിട്ട് അതിൽ വെള്ളം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിയോ മെമ്പറൈൻ ഷീറ്റ് ഇട്ടിട്ട് അതിൽ മെറ്റൽ നിറയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഓടുമുറി നിറയ്ക്കാം, അല്ലെങ്കിൽ ഹൈഡ്രോട്ടോൺ നിറയ്ക്കാം. മീൻ അതിലല്ല, കുളത്തിലാണ് മീൻ. കുളത്തിൽ മീന്, ബെഡിൽ നമ്മൾ ചെടി നടുന്നു. ചെടി നടുന്നു. എന്നിട്ട് ഈ വെള്ളം നമ്മൾ അങ്ങോട്ട് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിലുള്ള ഈ നൈട്രോസോമണാസ് ആൻഡ് നൈട്രോബാക്ടർ ബാക്ടീരിയ അമോണിയയെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ചെടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അമോണിയ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആക്കി കഴിഞ്ഞാൽ ചെടികൾക്ക് വലിച്ചെടുക്കാം, വളമായിട്ട് വലിച്ചെടുക്കാം. അമോണിയ ലെവൽ കൂടിക്കഴിഞ്ഞാൽ മീൻ ചത്തുപോകും. അപ്പോൾ ഇത് നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 300 ppm അല്ലെങ്കിൽ 400 ppm വരെ മീനിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ മീനിനെ നമുക്ക് വളർത്താൻ കഴിയുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ബയോ ഫിൽറ്റർ, ഇപ്പോൾ എത്ര വലിയ സംവിധാനമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒരു 15,000 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ ചെടികളെ വളർത്താനുള്ളതും ബെഡുകളും അതുമായി തന്നെ മീനിനെ വളർത്താനുള്ള ഒരു ടാങ്കും അത് മാത്രമായിട്ട് അത് രണ്ടും മാത്രമായാലും മതി. പക്ഷേ സാധാരണ കുറച്ചുകൂടി വലിയ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ ബയോ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ ഞാൻ ചിത്രത്തിൽ കാണിച്ചു തരാം. ബയോ ഫിൽറ്റർ, ഇതാണ് ബയോ ഫിൽറ്റർ. ഈ ബയോ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്ന് പറഞ്ഞ ഈ ബാക്ടീരിയയുടെ പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെയധികം വർദ്ധിച്ചു വരും. അപ്പോൾ ഇത് എത്രത്തോളം നന്നായിട്ട് വരുന്നു അത്രത്തോളം ഈ അമോണിയയെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ശരിക്കും ഈ അമോണിയ ലെവല് 0 ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ല കണ്ടീഷൻ എന്ന് പറയുക. പക്ഷെ ആ ഒരു ലെവലിൽ നിർത്താൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഒരു 0.5 മില്ലിഗ്രാം പെർ ലിറ്റർ, 1 ലിറ്ററിൽ 0.5 അത്രയെങ്കിലും ആയി നിർത്തണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മേഡം, നമുക്കൊരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ. ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ. പേര് പറഞ്ഞോളൂ. ലക്ഷ്മിയാണ്. ലക്ഷ്മി, എവിടുന്നാ ലക്ഷ്മി? തൃശ്ശൂര്. തൃശ്ശൂരിന്ന്. സംശയം ചോദിച്ചോളൂ. മേഡം, നമ്മളിപ്പോ ഹൈഡ്രോപോണിക്സ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പച്ചക്കറികളെ നമുക്ക് അതിൽ കൃഷി ചെയ്യാൻ പറ്റുക? ഹൈഡ്രോപോണിക്സ് ആണോ ഉദ്ദേശിച്ചത്? അതെ. ഹൈഡ്രോപോണിക്സിലാണെങ്കിൽ നമുക്ക് 2 വിധത്തിൽ ചെയ്യാം. ഒന്ന് പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് റാഫ്റ്റ് സിസ്റ്റം ചെയ്യാം. ഇപ്പം നിങ്ങൾ പൈപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അധികം ലീഫി വെജിറ്റബിൾ ഉണ്ടല്ലോ. ഇപ്പോൾ ലെറ്റ്യൂസ് ചെയ്യാം, പാലക്ക് ചെയ്യാം, ചീര, പൊതിയനില, മല്ലിയില, മുളക് ചെയ്യാം, പൈപ്പിൽ ചെയ്യാം. പക്ഷേ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വേര് വല്ലാതെ കൂടാൻ പാടില്ല. എന്താ വെച്ചാൽ ബ്ലോക്ക് വരാൻ പാടില്ല. ഈ വലിയ വേരുള്ള സംവിധാനം ആകുമ്പോൾ പൈപ്പിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചങ്ങ് വലുതായി കഴിഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ കുറയും. അപ്പോൾ നമ്മളിതിൽ എയറേറ്റർ കൊടുക്കണമല്ലോ, ഹൈഡ്രോപോണിക്സിൽ എയറേഷൻ കൊടുക്കണം എന്നറിയാലോ. അപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ വെള്ളത്തിലേക്ക് നമ്മൾ എയറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടി വളരെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ പൈപ്പിൽ വെള്ളത്തിന് ആ എയറേഷൻ എല്ലാവിടെ എത്താണ്ടാവുമ്പോൾ ഈ വേര് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വലിയ ചെടികൾ അതിൽ പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷേ റാഫ്റ്റ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് വലിയ ചെടികൾ, ഇപ്പോൾ തക്കാളി ആയാലും ഏത് ചെടികളായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഹൈഡ്രോപോണിക്സ്. അതിൽ തന്നെ പോളി ഹൗസിൽ ചെയ്യാം ഹൈഡ്രോപോണിക്സ്. പുറമേയും ചെയ്യാം.
പുറമേയും ചെയ്യാൻ പറ്റും. ഡച്ച് ബെഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. റാഫ്റ്റ് അല്ലാതെ ഡച്ച് ബെഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിന് നമുക്ക് ഏത് ചെടികൾ വേണമെങ്കിൽ ചെയ്യാം. അതിലാകുമ്പോൾ നമ്മൾ കുറച്ച് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യേണ്ടത്, അതായത് ചകിരിച്ചോറ് അടിയിൽ കുറച്ച് മെറ്റലിടും, പിന്നെ ചകിരിച്ചോറിടും. എന്നിട്ട് ഇതിൽ നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുമ്പോൾ നമുക്ക് 2 മണിക്കൂറിൽ ഒരിക്കൽ മാത്രം വെള്ളം കൊടുത്താൽ മതി. മറ്റേതാണെങ്കിൽ ഫുൾ ടൈം നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ടൈമർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഓഫീസ് തൃശ്ശൂരാണല്ലോ വീട്. അപ്പൊ ഞങ്ങളുടെ ഓഫീസ് വെള്ളാനിക്കരയുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്നാൽ കാണാം. ഞങ്ങൾ ഇതിന് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചിട്ട് നന്ദി ലക്ഷ്മി. വീണ്ടും ചോദിക്കണം കേട്ടോ. കാർഷിക വാർത്തയിൽ ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം. ഹലോ, കട്ടായി പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റും. നമ്മൾക്കിപ്പോൾ ചെറിയതായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല. കുറെ കൂടി വലുതായിട്ട് ചെയ്യുമ്പോൾ കുറെ കൂടി കാര്യങ്ങളുണ്ട്. അതായത് ഫിൽട്രേഷൻ വരുന്നുണ്ട്, സമ്പ്, അതുമാതിരി ബയോഫിൽറ്റർ, അങ്ങനെയുള്ള കുറച്ചുകൂടി സംവിധാനങ്ങളുണ്ട്. പക്ഷേ കുഴപ്പങ്ങൾ വരാൻ സാധ്യത ചെറിയ യൂണിറ്റിലാണ് കൂടുതലും. വലിയ യൂണിറ്റ് കുറെ കൂടി അത്ര വലിയ ലെവലിലുള്ള വേരിയേഷൻസ് വരില്ല. അതായത് നമുക്ക് താപനില വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ വരില്ല. അതുമാതിരി അമോണിയ ലെവല്, നൈട്രേറ്റ്, ഡിസോൾഡ് ഓക്സിജൻ, അതായത് ആ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന ഓക്സിജൻ, ഇതൊക്കെയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാതിരി ഹാർഡ്നെസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ അക്വാപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മീനും അതുമാതിരി തന്നെ പച്ചക്കറിയും കിട്ടും. പക്ഷെ അതേസമയം നമ്മൾ 3 ആൾക്കാരെ കൺസിഡർ ചെയ്യണം. ഒന്ന് നമ്മൾ മീന്, വേറെ ഒന്ന് ചെടികൾ, വേറെ ഈ ബാക്ടീരിയ. അപ്പോൾ ഇവരുടെ 3 പേർക്കും പറ്റിയ കണ്ടീഷനായിരിക്കും. അപ്പോൾ pH ആണെങ്കിൽ നമുക്കറിയാം ചെടികൾക്ക് 6 to 6.5 ആണ് അല്ലേ. 6 മുതൽ 6.5 ആയിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഈ എക്കോപോണിക്സിലാവുമ്പോൾ മീനുണ്ട്. അതേസമയം നമുക്ക് മീനിനാണെങ്കിൽ ഏകദേശം ഒരു 6 മുതൽ 8.5 വരെയൊക്കെ പറ്റും. അതേസമയം ഈ ബാക്ടീരിയയ്ക്ക് ആണെങ്കിൽ 6 മുതൽ ഒരു 7 അങ്ങനെയൊക്കെ വരും. മേഡം, നമുക്കൊരു ചോദ്യമുണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ ജോജോ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ജോജോ ഫ്രം തൃശ്ശൂർ. പറഞ്ഞോളൂ ജോജോ. സിൽപോളിൻ കുളം ഉണ്ടാക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? എന്താ സിൽപോളിൻ ടാങ്ക് ഉണ്ടാക്കുമ്പോ കുളം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജലസേചനത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ടാണ്. ഹൈഡ്രോപോണിക്സിന് വേണ്ടി. ഹൈഡ്രോപോണിക്സോ എക്കോപോണിക്സോ? ഹൈഡ്രോ. കുളം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു സ്ലോപ്പ് കൊടുക്കണം, മണ്ണ് ഇടിയാതിരിക്കാനായിട്ട്. പിന്നീട് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷീറ്റ് മണ്ണിനോട് വളരെ ചേർത്ത് വെച്ചിട്ട് ഈ കുളത്തിന്റെ അരികിൽ നിന്ന് ഒരു 30 സെന്റിമീറ്റർ വിട്ടിട്ട് 1.5 അടി വിട്ടിട്ട് 1.5 അടി വീതിയിൽ നമ്മളൊരു ചാല് കോരിയിട്ട് ബാക്കിയുള്ള ഷീറ്റ് അതിലിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബെഡ് ഉണ്ടല്ലോ മുകളിലേക്ക് കുറച്ച് ഉയർന്നു നിൽക്കണം. ഒരു 30 സെന്റിമീറ്റർ എങ്കിലും കുളത്തിൽ, അതായത് ജനറൽ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 30 സെന്റിമീറ്റർ എങ്കിലും ഉയർന്നു നിൽക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലം ഒക്കെ ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുളം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവല് 1 മീറ്റർ താഴെങ്കിലും ആയിരിക്കണം. കുളത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്തിൽ നിന്ന് 1 മീറ്റർ എങ്കിലും താഴെ ആയിരിക്കണം നമ്മളുടെ ആ സമയത്തുള്ള ഗ്രൗണ്ട് വാട്ടർ ലെവല്. അപ്പോൾ മാത്രമല്ല, ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു 30 സെന്റിമീറ്റർ വെള്ളം അതിൽ ഫില്ല് ചെയ്യണം, നിർത്തണം. അങ്ങനെ ചെയ്തു ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ പെട്ടെന്ന് മഴ വന്ന് ഷീറ്റ് അങ്ങ് പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇല്ല, അങ്ങനെ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ആദ്യം നിങ്ങൾ ഒരു മീറ്റർ എങ്കിലും ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴെ ആയിരിക്കണം. പിന്നെ ഷീറ്റ് ഇട്ട വശം തന്നെ ഒരു 30 സെന്റിമീറ്റർ ഡെപ്തിൽ വെള്ളം ഒഴിച്ചു വെക്കണം എന്ന് പറയണേ. പിന്നെ മഴ പെയ്യുമ്പോൾ അതിലും വെള്ളം വരുമല്ലോ.
പ്രഷർ ഈക്വലൈസേഷന് വേണ്ടിയിട്ടാണോ ഈ വെള്ളം ഉടനെ അതെ അതെ അതെ, പെട്ടെന്ന് അത് ഇതായി പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മഴ പെയ്യുമ്പോ ഇതിലേക്കും വെള്ളം വരുമല്ലോ, അപ്പൊ രണ്ടും തമ്മിൽ കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. ഈ ഷീറ്റ് കീറില്ല അല്ലേ? ഷീറ്റ് എങ്ങനെയാന്ന് വെച്ചാല് UV റേസ് തട്ടിയാലാണ് അത് കേടുവരുന്നത്. അപ്പൊ നമ്മൾ അതിന് ഒരു കവർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കേടുവരില്ല. കംപ്ലീറ്റ്ലി കവർ ആണെങ്കിൽ ഒരു മാൻ ലൈഫ് വരെ നിൽക്കും. ഹലോ ജോജോ, ചോദ്യം ചോദിച്ചതിന് നന്ദി, വീണ്ടും വിളിക്കണം. ഇപ്പം ഈ ജോജോ ചോദിച്ച കാര്യം തന്നെ, താഴ്ന്ന പ്രദേശങ്ങളിൽ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കുളം കുഴിക്കാൻ പറ്റില്ല എന്നാണോ? താഴ്ന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മള് കുളം കുഴിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴ്ന്നു നിൽക്കണം. വളരെ താഴ്ന്ന പ്രദേശത്ത് നമുക്ക് ഇങ്ങനത്തെ കുളം കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, അവിടെ വെള്ളം ഉണ്ടല്ലോ. അല്ല, എന്നാലും ഈ കുടിക്കാനുള്ള വെള്ളം സംഭരിക്കാനായിട്ട് അങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അല്ല, അപ്പൊ നല്ല വേനൽക്കാലം, സാധാരണ ഇത് അങ്ങനെയുള്ള പർപ്പസിനാവുമ്പോൾ മെയ് മാസത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ ഏപ്രിൽ ആ ഒരു സമയത്താണ് ഇത് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇറിഗേഷൻ പർപ്പസിനായാലും ആ സമയത്ത് വലിയ കുളങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. മാഡം, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് കർഷകർക്ക് എന്തെങ്കിലും പരിശീലനങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? നമ്മൾ പോളി ഹൗസ് ഫാമിങ്ങിന്, അതുമാതിരി തന്നെ എക്കോപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, അതിനെല്ലാം നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് സ്റ്റേഷനിൽ. ഞങ്ങളുടെ ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് യൂണിറ്റിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവിടെ താമസവും ഒക്കെ? നമ്മൾ താമസവും അവിടെ തന്നെ അറേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ഫീസ് ഉണ്ട് ട്രെയിനിങ്ങിന്. അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സിന്റെ 3 ദിവസത്തെ ട്രെയിനിങ് ആണ്, 3000 രൂപയാണ് ഫീസ് വെച്ചിട്ടുള്ളത്. അവിടെ താമസം നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്, ഫുഡും പിന്നെ ബാക്കി നമ്മൾ കാര്യങ്ങളൊക്കെ. മാഡം, ഒരു ഫോൺ കോൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, കൃഷി ദർശനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ മാഡം, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുകയാണ്. പേരെന്താ? മനോജ്. മനോജ്, സംശയം ചോദിച്ചോളൂ. മനോജ്, എനിക്ക് അക്വാപോണിക്സിൽ നമ്മൾ ഏതൊക്കെ മീനെ വളർത്താൻ ചോദിക്കാനായിരുന്നു. എക്കോപോണിക്സിൽ നമുക്ക് ഗിഫ്റ്റ് തിലോപ്പിയ വളർത്താം, അനാബാസ്. കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, ഈ അമോണിയ, അതുമാതിരി ഡിസോൾഡ് ഓക്സിജൻ, അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് തിലോപ്പി ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, പിന്നെ വളരെ ഫാസ്റ്റായിട്ട് വളരും. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനാബാസ് ആണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അഥവാ കറണ്ട് പോയാലും ഇത് എയർ ബ്രീത്തിങ് ആണ്, അപ്പോൾ കറണ്ട് പോയാലും വലിയ പ്രശ്നം വരുന്നില്ല. അങ്ങനത്തെ മീനുകളും ഇപ്പോൾ ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ലാഭകരമാവണമെങ്കിൽ ഫാസ്റ്റായിട്ട് വളരുന്നത് കൂടി വേണമല്ലോ. ഇത് ട്രിവാൻഡ്രം ഇങ്ങനെ ഏരിയയിലൊക്കെ ഇതിന്റെ ട്രെയിനിങ് ആയിട്ടുണ്ടോ? എന്താ ട്രിവാൻഡ്രം ഏരിയയിൽ ട്രെയിനിങ് ഉണ്ടോ? അങ്ങനെ ട്രെയിനിങ് ഇതിന് അധികം കാര്യമായിട്ടില്ല. ട്രിവാൻഡ്രം ഒന്നും അത്ര അകലെയല്ല കേട്ടോ തൃശ്ശൂരിന്ന്. ധാരാളം ആൾക്കാർ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ ആരെയാ സമീപിക്കേണ്ടത്? സമീപിക്കുന്നത് കുറച്ചു പേരൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളും ഇപ്പോൾ ചെയ്തു കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹലോ മനോജ്, ഈ പ്രോഗ്രാമിന്റെ അവസാനം ഇത് എഴുതി കാണിക്കും, ഫോൺ നമ്പർ എഴുതി കാണിക്കും. പിന്നീട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ചോദ്യം ചോദിച്ചതിന് നന്ദി മനോജ്. മാഡം പറഞ്ഞു വന്നത് പരിശീലനത്തെ കുറിച്ചാണ്. ഇപ്പൊ മനോജ് ചോദിച്ചത് തന്നെ ഇതിനെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യ. തീർച്ചയായിട്ടും നമ്മളൊരു കമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഒരാള് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാതെ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട്. സാധാരണ ഇപ്പോൾ ഒരു പോളി ഹൗസ് ഫാമിംഗ് ആണെങ്കിൽ തന്നെ ഹൈടെക് കൾട്ടിവേഷൻ പറയുമ്പോൾ നമുക്ക് അവിടെ ചെടിയെ മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. ഇത് ചെടിയുടെ കാര്യം മാത്രമല്ല, മീന്, അതുമാതിരി തന്നെ ബാക്ടീരിയ, ഇവരുടെ 3 പേരെ കുറിച്ച് ഒരുമാതിരി നല്ല നോളജ് ഉള്ള ഒരാൾക്കാണ് നല്ല ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമല്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അമോണിയ ലെവൽ തന്നെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ചെടിക്ക് പറ്റാവുന്ന ആ ഒരു അമോണിയ ലെവലിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലോസ് ആയിട്ട് വളരെ അധികം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സാങ്കേതികമായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ. അതെ, അപ്പം അതുകൊണ്ട് ഒക്കെ അറിഞ്ഞിട്ട് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മാഡം, ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ജലം കുറച്ചു മതി എന്ന് പറയുന്നത്, അപ്പം സാധാരണ നമ്മൾ നിലത്ത് കൃഷി ചെയ്യുന്നതിനേക്കാളും കുറവ് മതിയോ ഈ അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സും ചെയ്യാൻ? അതെ, നമുക്കൊരു 90% വെള്ളം ലാഭിക്കാം. സാധാരണ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വെള്ളത്തിൻ്റെ 90% ലാഭിക്കാം.
എന്ന് വെച്ചാൽ ഹൈഡ്രോപോണിക്സ് ആകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാറ്റിൽ ഒരു 5ാം നിലയിലോ 20ാം നിലയിലാണെങ്കിലും അയാൾക്ക് അത് ഉപയോഗിക്കാം. ഇപ്പം ഞങ്ങളുടെ അവിടെ ആൾക്കാർ വരുമ്പോൾ കൂടുതലും ഹൈഡ്രോപോണിക്സ് പഠിപ്പിച്ചു തരണം എന്ന് പറയുന്ന അവർ പറയണത് എന്താ വെച്ചാൽ ഞാൻ 20ാമത്തെ നിലയിൽ ബോംബെയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എൻഗേജ്മെൻറ്റ്, അതായത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, അതാണ് ഇതെല്ലാം കൂടുതൽ പറയുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് കിട്ടുന്നതോടൊപ്പം തന്നെ അപ്പോൾ നമുക്ക് ഫിസിക്കലി നമ്മൾ ആ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കൂടുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ ഒരു എൻഗേജ്മെന്റ്, ഇപ്പോൾ കുറച്ചൊരു പ്രായം റിട്ടയർഡൊക്കെ ആൾക്കാർ നമ്മൾ വേറെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു പോസിറ്റീവ് കാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുമല്ലോ, വളരെ ഭയങ്കര ഒരു വ്യത്യാസമാണത്. മാഡം, ഇത് അല്ലാതെ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ സാങ്കേതിക വിദ്യ എന്തുണ്ട് മാഡം? ഇപ്പോൾ വീടുകളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണോ കൃഷി ചെയ്യാനായിട്ട് ജല ഉപയോഗം കുറച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ? അതെ, ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മൾട്ടി ടയർ ഗ്രോ ബാഗുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൾട്ടി ടയർ ഗ്രോ ബാഗിൽ നമുക്ക് 30 ചെടി വരെ വേണമെന്നുണ്ടാവും. ഇപ്പോൾ ഒരാൾ ഫ്ലാറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ അയാൾക്കൊരു ബാൽക്കണി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ആ ബാൽക്കണിയിൽ കുറച്ച് ഒരു 5-6 മണിക്കൂർ വെയിൽ കിട്ടും എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു 4 മൾട്ടി ടയർ ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കാം. അത് തന്നെ ഞങ്ങൾ കമ്പോസ്റ്റിംഗ് ഫെസിലിറ്റിയുള്ള മൾട്ടി ടയർ ചിത്രങ്ങൾ ഏതെങ്കിലും മാഡത്തിന്റെ കയ്യിൽ? ഇതിൽ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. പോളി കിച്ചൺ ഗാർഡനിൽ വരുന്നതാണത്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പോസ്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്ക് അയാളുടെ അടുക്കളയിലെ വേസ്റ്റ് താഴെ കൊണ്ടുപോയി കളയണം. പക്ഷേ ഇത് സെൻറ്ററിലുള്ള പൈപ്പിൽ നമ്മൾ ഇടുകയാണെങ്കിൽ അതിൽ നമ്മൾ ഈ മണ്ണിരയും ഇടും. അപ്പോൾ ഇത് വളമായിട്ട് വെർമി വാഷായിട്ട് നമുക്ക് താഴെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വെർമി വാഷ് ഉപയോഗിച്ചിട്ട് ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം. അപ്പോൾ അതൊരു സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു മൾട്ടി ടയർ ഗ്രോ ബാഗാണ്. അപ്പോൾ അതിനുള്ള വളം അത് തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്ന് നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, അതായത് വീട്ടിലെ പച്ചക്കറിയുടെ തോല്, ബാക്കിയുള്ള വേസ്റ്റുകൾ, അങ്ങനത്തെയൊക്കെ നമുക്കതിൽ ഇട്ട് കൊടുക്കാം. മേഡം, നമുക്ക് സമയം തീരെയില്ല, ഏകദേശം തീരാറായി. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ അതിഥിയുടെ വിലാസം പറയാം. ഡോക്ടർ പി സുശീല, പ്രൊഫസർ, ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻസ്ട്രക്ഷണൽ ഫാം, കേരള കാർഷിക സർവകലാശാല, തൃശ്ശൂർ. ഫോൺ നമ്പർ 9961533547. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9961533547. പ്രേക്ഷകർക്ക് ബാക്കിയായ സംശയങ്ങളും വീണ്ടും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിഥിയോട് നേരിട്ട് ഈ ഫോൺ മുഖേന സംസാരിക്കാവുന്നതാണ്. നമുക്ക് ഈ കൃഷി ദർശനിൽ ജലസംഭരണത്തെക്കുറിച്ചും ജലത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. പുതിയ ഒരു സാങ്കേതിക വിദ്യയാണ് മാഡം പരിചയപ്പെടുത്തിയത്. അതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നൽകി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് കൃഷി ദർശൻ്റെ പേരിലും ദൂരദർശൻ്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറന്മുളയിൽ ഏപ്രിൽ 29 മുതൽ മെയ് 7 വരെ ദേശീയ ചക്ക മഹോത്സവം. ഡീടോക്സ് പാനീയങ്ങൾ തയ്യാറാക്കുന്നതിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്.
ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെയും സിസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 29 മുതൽ മെയ് 7 വരെ ആറന്മുളയിൽ ദേശീയ ചക്ക മഹോത്സവം സംഘടിപ്പിക്കുന്നു. ചക്ക മഹോത്സവത്തോടനുബന്ധിച്ച് ചക്കയുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ദേശീയ സെമിനാറും ചക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പരിശീലനം, വിപണനം എന്നിവയും ഉണ്ടായിരിക്കും. ചക്ക മഹോത്സവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9495 115 695 8281 650 829. തൃശൂർ രാമവർമ്മപുരത്തുള്ള മെൽമ പരിശീലന കേന്ദ്രത്തിൽ 2017 മെയ് 11 മുതൽ 13 വരെ പോത്തുവളർത്തൽ സംരംഭകർക്കും മെയ് 20 മുതൽ ജൂൺ 1 വരെ ആടുവളർത്തൽ സംരംഭകർക്കും പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487 269 5869. പത്തനംതിട്ട ജില്ലാ ICAR കൃഷിവിജ്ഞാന കേന്ദ്രം ഈ മാസം 24-ന് ഡീടോക്സ് പാനീയങ്ങൾ തയ്യാറാക്കുന്നതിൽ പരിശീലനം നൽകുന്നു. നഗരവൽക്കരണം, മലിനീകരണം, നൂതന ഭക്ഷണ രീതികൾ എന്നിവ മൂലം ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള വിഷങ്ങളെ പുറന്തള്ളുവാനും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാനുമാണ് ഡീടോക്സ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ഉപയോഗിച്ച് ഡീടോക്സ് പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0469 266 2094. കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏലൈറ്റ് തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കാറ്റുവീഴ്ച രോഗത്തിനെതിരെ പ്രതിരോധശേഷിയും അത്യുൽപാദനക്ഷമതയുമുള്ള ഏലൈറ്റ് തെങ്ങിൻ തൈകൾ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ലഭ്യമാണ്. തൈ ഒന്നിന് 100 രൂപയാണ് വില. കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഫോൺ നമ്പർ 0479 244 3192 0479 244 3404. കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി കാഡ്സ് എറണാകുളം പാലാരിവട്ടത്ത് ദേശീയ മാമ്പഴമേളയും ചക്ക ഉത്സവവും വിത്ത് മഹോത്സവവും മെയ് 10 മുതൽ 19 വരെ സംഘടിപ്പിക്കുന്നു. കാഡ്സുമായി ബന്ധപ്പെടാവുന്നതിന് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0484 280 8168 9562 107 934. ആലപ്പുഴ കൃഷിവിജ്ഞാന കേന്ദ്രം നാളെ ശാസ്ത്രീയ പാൽക്കൂൺ കൃഷി എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0479 244 9268 9447 790 268. എറണാകുളം നേര്യമംഗലം തെങ്ങിൻതൈ ഉൽപാദന കേന്ദ്രത്തിലും കൊച്ചിയിലെ നാളികേര വികസന ബോർഡ് ഓഫീസിലും 10ാം ഉദയത്തോടനുബന്ധിച്ച് തെങ്ങിൻതൈകൾ ലഭ്യമാണ്. കുറിയ ഇനം, ഹൈബ്രിഡ് എന്നീ ഇനം തെങ്ങിൻതൈകളാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484 237 7267 0485 255 4240. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,800 രൂപ, കോഴിക്കോട് 14,300, തൃശൂർ 12,900, കൊപ്ര കൊച്ചി 8,630, കോഴിക്കോട് 9,050, തൃശൂർ 8,755, കുരുമുളക് അൺഗാർബിൾഡ് 57,800, ഗാർബിൾഡ് 60,800, ചുക്ക് മീഡിയം 12,000, ബെസ്റ്റ് 13,000, മഞ്ഞൾ സേലം 8,800, മഞ്ഞൾ ഈറോഡ് 9,200, അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,600, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,900, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,600, റബ്ബർ RSS 4ാം ഗ്രേഡ് 14,000 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,630, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 2,700, കുരുമുളക് അൺഗാർബിൾഡ് 57,800, ഗാർബിൾഡ് 60,800, ചുക്ക് മീഡിയം 12,000, ബെസ്റ്റ് 13,000, മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ.
ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 275-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 520-നും മധ്യേ. ജാതിപത്രി 500-നും 650-നും മധ്യേ. ഗ്രാമ്പു 700. റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,600, RSS 4-ാം ഗ്രേഡ് 13,900. ഒട്ടുപാൽ 9,000, ലാറ്റക്സ് 9,500 രൂപ. കമ്പോള അവലോകനം. ആഭ്യന്തര വിപണികളിൽ നിന്നും വിദേശത്തു നിന്നും ചുക്കിന് അന്വേഷണങ്ങൾ നിലച്ചത് വിലയെ ബാധിച്ചു. വിവിധയിനം ചുക്ക് വില കിലോഗ്രാമിന് 120 മുതൽ 130 രൂപയായി താഴ്ന്നു. കാർഷിക മേഖലകളിൽ വൻതോതിൽ ചുക്കുള്ളതിനാൽ നിരക്ക് ഉയർത്താൻ വാങ്ങലുകാർ തയ്യാറായില്ല. ചൈനീസ് ചുക്ക് ഇറക്കുമതി കനത്തതും ഉൽപ്പന്നത്തിൽ സമ്മർദ്ദമുളവാക്കി. വിദേശത്ത് റബ്ബർ വില ഉയർന്നെങ്കിലും ഇന്ത്യൻ ടയർ വ്യവസായികൾ കൊച്ചി, കോട്ടയം വിപണികളിൽ താൽപര്യം കാണിച്ചില്ല. റബ്ബർ ടാപ്പിംഗ് രംഗത്തെ നിർജീവാവസ്ഥ വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടപാടുകാർ. ഹൈറേഞ്ച് കുരുമുളക് വരവ് ചുരുങ്ങിയെങ്കിലും കർണാടകത്തിൽ നിന്ന് വൻതോതിൽ പുതിയ മുളക് വിൽപ്പനയ്ക്കിറങ്ങിയത് വിലക്കയറ്റത്തിന് തടസ്സമായി. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നടന്ന ഏലക്ക ലേലത്തിന് വന്ന ചരക്കിൽ വലിയൊരു പങ്കും ഇന്ന് ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾക്ക് കിലോ 1,134 രൂപയിലും ശരാശരി ഇനങ്ങൾ 916 രൂപയിലുമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.3, 24.6. കൊച്ചി 34.5, 24.9. ആലപ്പുഴ 33.5, 27.6. പുനലൂർ 34.5, 24.5. തിരുവനന്തപുരം കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. പുതിയ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും എന്റെ പാടം ഒരുക്കാനും വിത്തിറക്കാനും ഉഴാനും മണ്ണളക്കാനും മറ്റും ചെറിയ മെഷീനുകൾ ആവശ്യാനുസരണം വാങ്ങി. ഞാൻ എന്റെ പാടത്തെ മെഷീൻ പ്രയോഗിച്ചപ്പോൾ ജോലി പെട്ടെന്നായി, എളുപ്പവുമായി. കൃഷിക്ക് മെഷീൻ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല വിളവ് കിട്ടി, കൂടുതൽ ലാഭവും. ചെറിയ മെഷീൻ ഞങ്ങളുടെ സ്വന്തമാണ്, പക്ഷെ വലിയ മെഷീൻ ഞങ്ങൾ സംഘം ചേർന്ന് വാങ്ങി. കർഷക സഹോദരരെ, നിങ്ങളും ഉന്നത മെഷീനും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ധനസഹായം പ്രയോജനപ്പെടുത്തൂ. വരുമാനം ഉയർത്തൂ, സമൃദ്ധി കൈവരിക്കൂ. ശരിയായി. ഞാൻ ആലോചിച്ചു മോനെ, നിന്നെ ഞാൻ കൃഷി എഞ്ചിനീയർ തന്നെ ആക്കും. പുതിയ മെഷീനും പുതിയ ഉപകരണവും എത്തട്ടെ നിങ്ങളുടെ സമക്ഷം. അതിലൂടെ നേടൂ ഇനി സമൃദ്ധി, അളവറ്റ സന്തോഷം.